ഹിജാബിനാൽ മുഖവും മറച്ചു പർദ്ദയും അണിഞ്ഞു തന്റെ അരികിൽ നിന്നും ഓട്ടിമറഞ്ഞ ആ കരിമഷികാരിയിരുന്നു അവന്റെ ഉള്ളിൽ. ഉറക്കിൽ നിന്നും ഞെട്ടിയുണർന്നപ്പോഴാണ് താൻ കണ്ടത് വെറും സ്വപ്നം മാത്രമായിരുന്നു എന്നവൻ മനസ്സിലായത്. ഡാ, നീ ഇന്നും ഹിജാബുകാരിയെ കണ്ടോ? സ്വപ്നത്തിൽ ഹാ കണ്ടു. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? ഹോ, നിന്റെ ഈ കിളിപോയ ഇരുത്തം കണ്ടപ്പോഴേ മനസ്സിലായി. ഇന്നും അവളുടെ മുഖം കണ്ടില്ലല്ലോ. സാരല്യ, പോട്ടെ. നമുക്കിനിയും ഹിജാബിട്ട് നടക്കുന്ന കുട്ടിയെ കണ്ടാൽ നോക്കാം അവളാണോന്നോ. നീ രാവിലെ തന്നെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണോ? ഹേ, അയ്യോ, ഞാൻ കാര്യം പറഞ്ഞതല്ലേ. അതിന് നീ എന്തിനാ ഇങ്ങനെ ഹോട്ടാവുന്നേ? വിത്ത് നിഷ്കു എക്സ്പ്രഷൻ. നീ കാര്യം പറഞ്ഞതായിരുന്നോ? എല്ലാതെ എനിക്കിട്ട് താങ്ങിയതല്ലോ. എല്ലാനേ, നീ ഇങ്ങനെ ഇരിക്കാതെ വേഗം പോയി ഫ്രഷായിട്ട് വാ. വേഗം ഇറങ്ങിയാൽ നമുക്ക് ഹിജാബിനെയും നോക്കി നോക്കി ടൈമിന് ഓഫീസിലെത്താം. മോൻ അധികം നോക്കണ്ടാട്ടാ, കണ്ണ് പുറത്തോട്ട് വരും. എന്നെ ആന്റി വിളിച്ചു, ഞാൻ താഴത്തോട്ട് ചെല്ലട്ടെട്ടോ. നീ വേഗം വാ. ഉമ്മ വിളിച്ചത് എന്നിട്ട് ഞാൻ കേട്ടില്ലാലോ. അത് നീ ഹിജാബിയെ ആലോചിച്ചു നിന്നിട്ടാ. ഞാൻ പൊന്നു. ഇങ്ങക്കല്ലോ. എന്തെങ്കിലും മനസ്സിലായോ? ഇല്ലെങ്കിൽ ഇങ്ങട് വേരി. ഉറക്കിൽ നിന്നും സ്വപ്നം കണ്ടു ഉണർന്നതാണ് നമ്മുടെ ഈ കഥയിലെ നായകൻ. ദി ഗ്രേറ്റ് ബിസിനസ്മാൻ .nexus.co എന്ന കമ്പനിയുടെ MD റിഹാൻ എന്ന മാലികിന്റെയും ഫാത്തിമയുടെയും ഏകയാണ് തരി. റിഹാനെ ബിസിനസ് കാര്യങ്ങളും ഉമ്മനെയും പെങ്ങളെയും ഏൽപ്പിച്ചു. റിഹാന്റെ ഉപ്പ മാലിക്ക് നേരത്തെ പഠിച്ച റബ്ബിന്റെ അടുത്തോട്ട് പോയി. ഉപ്പ മരണപ്പെട്ടിട്ട് ഇപ്പൊ 3 വർഷത്തോളമായി. പിന്നെ നിങ്ങൾ രണ്ടാമതവിടെ കണ്ടയാളാണ്. നിർത്ത്. എന്താ, ഞാൻ നിന്നെ കൂടെ ഒന്ന് റീഡേഴ്സൻ പരിചയപ്പെടുത്തി കൊടുക്കട്ടെ? അങ്ങനെ ഇപ്പൊ എന്നെക്കുറിച്ചു അവർക്ക് പറഞ്ഞു കൊടുക്കണ്ട. ഞാൻ പറഞ്ഞോളാം. അങ്ങട് മാറി നിന്നെ. കേക്കെ തന്നെ പറഞ്ഞോ. ലാസ്റ്റ് തള്ളിത്തള്ളി കൊളമാകരുത്. ഞാനൊന്ന് ഇൻട്രോ ചെയ്യട്ടെ. ഹലോ സുഹൃത്തുക്കളെ, ഞാനാണ് മിസ് വാൻ എന്ന മിച്ചു. ഈ കഥയിലെ നായകന്റെ പിയെയാണ്. പിന്നെ അവന്റെ ചങ്കും കരളുമെല്ലാമായ ചങ്ക് ചങ്ങാതിയുമാണ്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. അപ്പൊ ഞാൻ പോയി വല്ലതും കഴിക്കട്ടെ, വല്ലാത്ത വിശപ്പ്. എന്താണാവോ? ബാക്കിയുള്ളവരെ മെല്ലെ പരിചയപ്പെടാം. ഇപ്പൊ നമുക്ക് മിച്ചുവിന്റെ കൂടെ താഴത്തോട്ട് പോവാം. എല്ലാരും ഫോളോ മീ. കഥയുടെ ബാക്കി അക്ഷരതാളുകൾ ആപ്പിൽ ലഭ്യമാണ്.